Good morning, students. Our today's topic is capital and revenue. Income Tax Act does not make any distinction between capital and revenue. But distinction between capital and revenue is essential for tax purpose. Because you have studied capital and revenue in accountancy. Then accounting rules are there for capital and revenue. Then only revenue incomes and revenue expenses are taken in the statement of profit while computing the profit or loss of a business. In many cases, it is difficult to make distinction between capital and revenue because there are no hard and fast rules in this regard. അതായത് ഇതിനെ എങ്ങനെ ക്യാപിറ്റൽ ഏതൊക്കെയാണ് ക്യാപിറ്റൽ ഏതൊക്കെയാണ് റവന്യൂ അങ്ങനെ ഒരു കറക്റ്റായിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ചില ഐറ്റംസ് തന്നെ ചിലപ്പം അത് ക്യാപിറ്റൽ ആവാം, ചില സമയത്ത് അത് റവന്യൂ ആകാം. അതുകൊണ്ട് തന്നെ ഒരു റിജിഡ് ആയിട്ടുള്ള റൂൾ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന് ഞാൻ പറഞ്ഞത്. ദെൻ distinction between capital and revenue is based on the judgment of different courts. അതായത് വിവിധ കോടതികൾ വിവിധ സമയങ്ങൾ പുറപ്പെടുവിച്ച വിധികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. The study of this topic is divided into three. That is receipts, expenditures and losses. The receipts means there are capital receipts and revenue receipts, expenditure, capital expenditure and revenue expenditure, capital losses and revenue losses. Then first about receipts. Receipts includes capital receipts as well as revenue receipts. Then it is not easy to make a distinction between these two. അതായത് നമുക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമ്മൾ ചില ജഡ്ജ്മെന്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ദെൻ ചില റൂൾസ് ആണ് അല്ല ചില ഐറ്റംസ് ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്തൊക്കെയാണ്, റവന്യൂ റെസീപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ ഫസ്റ്റ് ഐറ്റം, an amount received as a fixed capital is a capital receipt. Either received as fixed capital. For example, amount received from issue of shares. This capital ആണ്. ആ receipt capital receipt ആണ്. Then on the other hand, revenue receipts received as a circulating capital. Circulating capital means നമുക്കറിയാം current assets, investment in current assets ആണ്. Then collection from, for example, collection from debtors. അത് revenue receipt ആണ്. അല്ലെ sale proceeds, goods, amount received on sale of goods. അത് revenue receipt ആണ്. അപ്പം ഫിക്സഡ് ക്യാപിറ്റൽ ആയിട്ട് കിട്ടുന്നത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. then circulating capital ആയിട്ട് കിട്ടുന്നത് revenue receipt ആണ്. then another rule, substitution of a source of income. Receipts, amount received in substitution of a source of income is a capital receipt. For example, compensation received by an employee from his employer for the termination of his services. That is a capital receipt. അതായത് ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ അടുത്ത് നിന്ന് കിട്ടുന്ന കോമ്പിനേഷൻ അയാളുടെ എംപ്ലോയ്മെന്റ് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് അയാളെ പിരിച്ചുവിടുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. കാരണം കോമ്പൻസേഷൻ കൊടുക്കുന്നത് ഇൻ ലിeu ഓഫ് ഹിസ് ഫ്യൂച്ചർ സാലറിയേക്ക്. ഫ്യൂച്ചറിൽ സാലറി ഉണ്ടായാലും വർക്കില്ല, സാലറി ഇല്ല, അപ്പം അതിന് പകരമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പം അയാളുടെ സോഴ്സ് ഓഫ് ഇൻകത്തിന് പകരം കൊടുക്കുന്നതാണ്. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്.
Then റവന്യൂവിന്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഇൻകം, ഒരു ഇൻകത്തിന് പകരം കൊടുക്കുന്ന. ഫോർ എക്സാമ്പിൾ, an award given to an employee for his better service or good performance. അതായത് അയാൾ നല്ല സേവനത്തിന് ഒരു അവാർഡ് കൊടുക്കുന്നു. അത് അത് റവന്യൂ റെസീപ്റ്റ് ആണ്. നേരെ മറിച്ച് അയാൾക്ക് പിരിച്ചുവിടുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ സോഴ്സ് ഓഫ് ഇൻകം സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് സോഴ്സ് ഓഫ് ഇൻകത്തിന് പകരം കിട്ടുന്ന റെസീപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്, എന്താണ് സോഴ്സ് ഓഫ് ഇൻകത്തിന് ഒപ്പം തന്നെ കിട്ടുന്നത് റവന്യൂ റെസീപ്റ്റും ആണ്. നെക്സ്റ്റ് വൺ, an amount received as a compensation for the surrender of certain rights under an agreement. ഇത് amount received on account of compensation for the surrender of certain rights under an agreement. Then for example, ഒരു കമ്പനിയുടെ ഡയറക്ടർ അയാൾ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പം കമ്പനി അയാൾക്കൊരു കോമ്പൻസേഷൻ കൊടുക്കും. അതായത് ഇതേ ബിസിനസ് അയാൾ നടത്താനുള്ള റൈറ്റ് സറണ്ടർ ചെയ്യുന്നതിനുള്ള ഇത് കോമ്പൻസേഷൻ ആണ്. അതായത് സിമിലർ കോമ്പറ്റീറ്റീവ് ബിസിനസ് അയാൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി അയാൾക്കൊരു എമൗണ്ട് കൊടുക്കും. അപ്പോൾ അയാൾക്ക് ആ ബിസിനസ് നടത്താനുള്ള റൈറ്റ് സറണ്ടർ ചെയ്തിട്ട് പകരം കിട്ടുന്ന കോമ്പൻസേഷൻ ആണ് അത് ഒരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് റവന്യൂവിൽ വരുന്ന കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ദെൻ ഫ്യൂച്ചർ പ്രോഫിറ്റിൽ ലോസ് ഉണ്ടാകുന്നു, അതിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ റവന്യൂ റെസീപ്റ്റ് ആണ്. Then I told you compensation for surrender of certain rights under an agreement is a capital receipt, whereas compensation for loss of future profit is a revenue receipt. For example, പറഞ്ഞപ്പോൾ ഒരു സപ്ലയർ ബിസിനസ്സുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കുന്ന 5 വർഷത്തേക്ക് റോ മെറ്റീരിയൽസ് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തോളാന്ന്. 3 വർഷം കഴിയുമ്പോൾ അയാൾ കോൺട്രാക്റ്റിൽ നിന്ന് അയാൾ പിന്മാറുന്നു. അങ്ങനെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അയാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് കോമ്പൻസേഷൻ കിട്ടും. ആ കോമ്പൻസേഷൻ നമുക്ക് റവന്യൂ റെസീപ്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, if it is a capital in the hands of receiver, അതായത് പേ ചെയ്യുന്നയാള് ഏത് സോഴ്സിൽ നിന്ന് കൊടുത്താലും അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് ക്യാപിറ്റൽ ആയിട്ടാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, ഡിബഞ്ചർ മണി റിസീവ്ഡ്, അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ഇപ്പൊ ഡിബഞ്ചർ ഹോൾഡർ അയാൾ ക്യാപിറ്റൽ റെസീവ്സ് എന്നോ അല്ലെങ്കിൽ റവന്യൂ റെസീവ്സ് ഏത് സോഴ്സിൽ നിന്ന് അയാൾ കൊടുത്താലും കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ദെൻ റവന്യൂവിന്റെ കേസിൽ റിസീവ് ചെയ്യുന്നയാൾക്ക് റവന്യൂ ആണ്, അത് പേ ചെയ്യുന്നയാൾ ഏത് സോഴ്സിൽ നിന്ന് കൊടുത്താൽ, ഇത് ക്യാപിറ്റൽ സോഴ്സിൽ നിന്നോ റവന്യൂ സോഴ്സിൽ നിന്നോ കൊടുത്താലും റിസീവ് ചെയ്യുന്നയാള് അത് റവന്യൂ ആയിട്ടാണ് റിസീവ് ചെയ്യുന്നത്. പിന്നെ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ തുടക്കത്തിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബിസിനസ് ഏർണിങ്സ് കുറവാണ്. ദെൻ അതിന്റെ ഓണർ അയാളുടെ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു. അപ്പൊ ക്യാപിറ്റലിൽ നിന്നാണ് സാലറി കൊടുത്തുകൊണ്ട് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകുന്നില്ല, ക്യാപിറ്റൽ കിട്ടുന്നയാൾക്ക് അത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആകുന്നില്ല. കാരണം അയാൾക്ക് അത് കിട്ടുന്നത് സാലറി ആയിട്ടാണ്. അപ്പൊ സാലറി എന്ന് പറയുന്നത് റവന്യൂ ആണ്. അപ്പൊ റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അത് റവന്യൂ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ, റവന്യൂ ആണെങ്കിൽ അത് റവന്യൂ റെസീപ്റ്റ് ആണ്. ദെൻ കൊടുക്കുന്നയാള് ക്യാപിറ്റൽ പേയ്മെന്റ് ആണെങ്കിൽ കൂടി കിട്ടുന്നയാൾക്ക് റവന്യൂ ആണെങ്കിൽ അത് റവന്യൂ റെസീപ്റ്റ്. ഓൺ ദ അതർ ഹാൻഡ്, ഞാൻ ആദ്യം പറഞ്ഞു, കിട്ടുന്നയാൾക്ക് ക്യാപിറ്റൽ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ്, sale proceeds of an asset used in business or kept as investment. Sale proceeds of an asset used in business or kept as investment. For example, ബിസിനസ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫർണിച്ചർ യൂസ് ചെയ്യുന്ന ഫർണിച്ചർ, ദെൻ ഫർണിച്ചർ വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രൊസീഡ്സ് ഇസ് എ ക്യാപിറ്റൽ റെസീപ്റ്റ്. ഓർ ഒരു കൈവശമുള്ള ഷെയർസ് എടുത്തത് ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആണ്. ഇത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഷെയർസ്
Then അത് വിൽക്കുമ്പോൾ കിട്ടുന്ന റെസിപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. On the other hand, sales proceeds of an asset purchased for resale at a profit. അതായത് sale proceeds of an asset purchased for resale at a profit is a revenue receipt. അതായത് ഒരു അസറ്റ് വാങ്ങിയത് അത് ലാഭത്തിന് റീസെയിൽ അറ്റ് എ പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മറിച്ച് വിൽക്കുന്നതിനാണ് വാങ്ങിയതെങ്കിൽ നമ്മൾ ഗുഡ്സ് ഒക്കെ വാങ്ങുന്നു എന്നിട്ടത് ഒരാളുടെ അടുത്ത് വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുന്നു അത് അതിൽ നിന്നുള്ള റെസിപ്റ്റ് റവന്യൂ റെസിപ്റ്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒരു ഷെയർ ബ്രോക്കറെ സംബന്ധിച്ചത് ബിസിനസ് ഈസ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഷെയർസ് അയാളെ സംബന്ധിച്ചിടത്തോളം ഷെയർ വിറ്റ് കിട്ടുന്ന തുക ഒരു റവന്യൂ റെസിപ്റ്റ് ആണ്. ഞാൻ ഇപ്പുറത്തെ കോളത്തിൽ പറഞ്ഞു ഷെയർ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഷെയർ വിറ്റ് കിട്ടുന്ന പൈസ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. നേരെ മറിച്ച് ഷെയറിൽ ഡീൽ ചെയ്യുന്ന ഒരു ഷെയർ ബ്രോക്കറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഷെയർ വിറ്റ് കിട്ടുന്ന പൈസ റവന്യൂ റെസിപ്റ്റ് ആണ്. The next one, sale proceeds of fixed assets received in installments. അത് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഒക്കെ ലംസം അതായത് വലിയ എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് തന്നെ ആയിക്കൊള്ളുന്നില്ല അല്ലെ ലംസം റെസിപ്റ്റ് തന്നെ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടിയാലും അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ അസറ്റ്സ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം. അതായത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ അസറ്റ് വിറ്റതാണ്. അപ്പൊ അതിന്റെ ക്യാപിറ്റൽ പ്രൈസ് അതിന്റെ അസറ്റിന്റെ പ്രൈസ് ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടുന്ന റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. കാരണം സെയിൽ പ്രൊസീഡ്സ് ഓഫ് എ ഫിക്സഡ് അസറ്റ് അതായത് ആ ഫിക്സഡ് അസറ്റ് ആണ് വിറ്റത്. അപ്പൊ ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന തുക ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് ഈവൻ ദോ ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് ആയി കിട്ടുന്നത് ലംസമായി കിട്ടിയാൽ മാത്രമേ ക്യാപിറ്റൽ ആണെന്നല്ല ഇൻസ്റ്റാൾമെന്റ് ആയി കിട്ടുന്നതും ക്യാപിറ്റൽ ആണ് ഇഫ് ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു സെയിൽസ് ഓഫ് എ ഫിക്സഡ് അസറ്റ്. ദെൻ revenue receipt lump sum in lieu sale proceeds of an asset purchased lump sum in lieu of future income means lump sum amount കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ലംസമായിട്ട് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ലംസമായി കിട്ടുന്ന എല്ലാം ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ല ഇൻസ്റ്റാൾമെന്റ് ആയി കിട്ടുന്ന എല്ലാം റവന്യൂ റെസിപ്റ്റ് അല്ല. അപ്പൊ ചില ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടുന്ന റെസിപ്റ്റ്സ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആകാം ലംസമായിട്ട് കിട്ടുന്ന ചില റെസിപ്റ്റുകൾ റവന്യൂ റെസിപ്റ്റ് ആകാം. ഫോർ എക്സാമ്പിൾ റോയൽറ്റി 5 വർഷത്തേക്കുള്ള റോയൽറ്റി ഒന്നിച്ച് കിട്ടുന്നു ലംസമായിട്ട് എമൗണ്ട് കിട്ടുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ട് ലംസം എമൗണ്ട് ആണ് അത് അടുത്ത 5 വർഷത്തേക്കുള്ള റോയൽറ്റിക്ക് പകരം ഇപ്പോൾ ഒന്നിച്ച് കിട്ടുന്നതാണ്. then it is a revenue receipt. അത് ലംസം എമൗണ്ട് ആയതുകൊണ്ട് അത് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് പരിഗണിക്കില്ല. കാരണം അത് ഫ്യൂച്ചർ ഇൻകത്തിന് പകരം കിട്ടുന്നതാണ് ലംസം എമൗണ്ട്. അപ്പോൾ ആ ലംസം എമൗണ്ട് നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുക. The next, subsidies or grants received from the government for specific capital purpose. അതായത് ക്യാപിറ്റൽ പർപ്പസ് നമുക്ക് കിട്ടുന്ന ഇപ്പൊ മെഷീനറീസ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേക മേഖലയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് സബ്സിഡീസ് ഗ്രാൻസ് ഒക്കെ കിട്ടും. അപ്പൊ ഈ ഗ്രാൻസ് ഒക്കെ ക്യാപിറ്റൽ പർപ്പസ് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനുള്ള വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. ദെൻ on the other hand, subsidies or grants received from the government for meeting foreign competition etc. ഇത് ട്രേഡർക്കുണ്ടാകുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർക്കുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടി കിട്ടുന്ന സബ്സിഡീസ് ആണെങ്കിൽ ഇപ്പോൾ എക്സ്പോർട്ട് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർക്ക് എക്സ്പോർട്ട് നഷ്ടം ഉണ്ടാകാം. ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചിലപ്പോൾ സബ്സിഡീസ് ഗ്രാൻസ് ഒക്കെ കൊടുക്കും. അത് റവന്യൂ റെസിപ്റ്റ് ആണ്. കാരണം അവരുടെ ഇൻകത്തിലുള്ള കുറവ് അത് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റേത് അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ അതിൽ വരുന്നവർക്ക് നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻഷുറൻസ് മണി റിസീവ്ഡ് ഫോർ എ ക്യാപിറ്റൽ അസറ്റ്. അതായത് ഒരു ക്യാപിറ്റൽ അസറ്റ് ഇൻഷുർ ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ഇൻഷുറൻസ് എമൗണ്ട് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. വെറാസ് ഇൻഷുറൻസ് മണി റിസീവ്ഡ് ഫോർ എ ട്രേഡിംഗ് അസറ്റ്, ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇൻഷുർ ചെയ്തു, ദെൻ അത് ഡിസ്ട്രോയ്ഡ് ബൈ ഫയർ ആണ്. അപ്പം നഷ്ടം ഇൻഷുറൻസ് കമ്പനി നമുക്ക് നഷ്ടം നികത്തി തന്നു. ഇറ്റ് ഈസ് എ റവന്യൂ റെസിപ്റ്റ്. നേരെ മറിച്ച് ഫിക്സഡ് അസറ്റ് നമ്മൾ ഇൻഷുർ ചെയ്തു, ആ ഫിക്സഡ് അസറ്റ് ആക്സിഡന്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനിയിൽ ആക്സിഡന്റ് ഉണ്ടായി, ആ ഫിക്സഡ് അസറ്റ്സ് ഉപയോഗിക്കാൻ പറ്റാതെയായി. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി നമുക്ക് ആ ക്ലെയിം തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. നേരെ മറിച്ച് ട്രേഡിംഗ് അസറ്റ് ആണെങ്കിൽ അതിന് കിട്ടുന്ന ഇൻഷുറൻസ് ക്ലെയിം റവന്യൂ റെസിപ്റ്റ് ആണ്. ദീസ് ആർ സം
important rules for making distinction between capital receipts and revenue receipts. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരു റിജിഡ് റൂൾ ഇല്ല. അപ്പോൾ ചില ഐറ്റംസ് ചില സമയത്ത് ക്യാപിറ്റൽ ആകുന്നത് ചില സമയത്ത് റവന്യൂ ആകാം. അതുപോലെ തന്നെ റെസിപ്റ്റ് കൊടുക്കുന്നയാൾക്ക് ചിലപ്പോൾ ക്യാപിറ്റൽ ആയിരിക്കാം, കിട്ടുന്നയാൾക്ക് അത് റവന്യൂ ആകാം. ഇതൊരു ബേസിക് റൂൾസ് ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് റൂൾസ് ഫോർ രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ ആണ്. Then rules for capital expenditure and revenue expenditure. How to make a distinction between capital expenditure and revenue expenditure. നമുക്ക് ഒരു എക്സ്പെൻഡിച്ചർ കണ്ടാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? ഈ എക്സ്പെൻഡിച്ചർ എന്തിനാണ് നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് വെച്ചാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ while computing or while calculating the taxable income from business, capital expenditures are not allowed as deduction, whereas revenue expenditures are allowed as a deduction. അപ്പോൾ ടാക്സബിൾ പ്രോഫിറ്റ് കാണുമ്പോൾ ഏതൊക്കെ എക്സ്പെൻഡിച്ചർ നമുക്ക് ഡിഡക്ട് ചെയ്യാം, ഏതൊക്കെ എക്സ്പെൻഡിച്ചർ ഡിഡക്ട് ചെയ്യാം, അതിലൊരു പ്രധാനപ്പെട്ട റൂളാണ് എക്സ്പെൻസ് ഓഫ് ക്യാപിറ്റൽ നേച്ചർ ആർ നോട്ട് ഡിഡക്റ്റബിൾ വൈൽ കാൽക്കുലേറ്റിംഗ് ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ്. അതായത് ക്യാപിറ്റൽ നേച്ചറുള്ള എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റബിൾ അല്ല, ബട്ട് റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ ഡിഡക്റ്റബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ ആണോ റവന്യൂ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും? അതിന് ചില ബേസിക് റൂൾസ് ആണ്. ഫസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. അതായത് ഫിക്സഡ് അസറ്റ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ ആൻഡ് പിക്ചേഴ്സ് എക്സെട്ര, ഇതൊക്കെ ഫിക്സഡ് അസറ്റ്സ് ആണ്. ഈ ഫിക്സഡ് അസറ്റ്സ് വാങ്ങുന്നതും അതുപോലെ തന്നെ ഇൻസ്റ്റലേഷനും അതിന്റെ ഇൻസ്റ്റലേഷൻ ചാർജസും ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ revenue expenditure ആണ് purchase of goods bought for sale together with the expenses. അതായത് purchase of goods, സാധനങ്ങൾ വാങ്ങുന്നു, bought for sale അതായത് വിൽക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുന്നു, പർച്ചേസസ്. ആ പർച്ചേസസും അതോടൊപ്പം തന്നെ അതിന് കൊടുക്കുന്ന കാരിയേജ്, ഫ്രൈറ്റ്, ഇങ്ങനെയുള്ള എക്സ്പെൻസസും, all these expenses are revenue expenditures, whereas cost of fixed asset and its installation charges etc. are capital expenditures. Then another rule for distinction between capital expenditure and revenue expenditure is that expenditure incurred to discharge capital liability. Then expenditure incurred to discharge capital liability. For example, payment to debenture holders. Debentures നമ്മളുടെ ലയബിലിറ്റി ആണ്, ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്, ലോങ് ടേം ലയബിലിറ്റി ആണ്. ആ ലയബിലിറ്റി നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നു. Then അതിന് ഡിബെഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നു. അപ്പോൾ അത് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദെൻ റവന്യൂയിലെ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ഡിസ്ചാർജ് എ കറണ്ട് ലയബിലിറ്റി. ഫോർ എക്സാമ്പിൾ പേയ്മെന്റ് ടു സൺട്രി ക്രെഡിറ്റേഴ്സ്. ദെൻസ് റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ പേയ്മെന്റ് ആണ്. ദെൻ അല്ലെങ്കിൽ പേയ്മെന്റ് ഓഫ് വേജസ് ഓർ പേയ്മെന്റ് ഓഫ് സാലറീസ്, അത് കറണ്ട് ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യാനുള്ള എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. Then long term liabilities അല്ലെങ്കിൽ capital liabilities discharge ചെയ്യുന്നുള്ള payments expenditures capital expenditure ആണ്. Then next one, expenditure incurred for the acquisition of a source of income. ഒരു source of income acquire ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള incur ചെയ്തിട്ടുള്ള expenses. For example, cost of acquisition of a business, അതായത് ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുന്നു, അപ്പോൾ അവിടെ കൊടുക്കുന്ന പേയ്മെന്റ്സ്, then അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. Then next, expenditure incurred for earning an income, അതായത് ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. Then for example, then നേരത്തെ പറഞ്ഞ വേജസ്, സാലറീസ്, then അതുപോലെ തന്നെ സെല്ലിംഗ് എക്സ്പെൻസസ്, ഇതൊക്കെ കൊടുക്കുന്നത് ഫോർ ഏണിംഗ് ആൻഡ് ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. Then ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറും, then ഒരു സോഴ്സ് ഓഫ് ഇൻകം അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമാണ്. Then another one is increasing earning capacity of business, അതായത് an expenditure incurred for increasing the earning capacity of a business by improving the fixed assets is a capital expenditure. അതായത് ബിസിനസിന്റെ ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക. ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ്, അത് ഇൻക്രീസ് ചെയ്യും. ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫിക്സഡ് അസറ്റ്സിൽ ഇംപ്രൂവ്മെന്റ്സ് നടത്താം. ആ ഇംപ്രൂവ്മെന്റ്സ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസിംഗ് ദ ഏണിംഗ് കപ്പാസിറ്റി. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറിക്കോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഫിക്സഡ് അസറ്റിന് എക്സ്റ്റൻഷൻ വർക്ക് കൊടുക്കുക. ദെൻ ആ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ആ ഇംപ്രൂവ്മെന്റ് കൊണ്ട് ഏണിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓൺ ദ അതർ ഹാൻഡ്,
an expense incurred or expenditure incurred for maintaining the earning capacity. അതായത് repairs and maintenance, regular repairs and maintenance ഒക്കെ വേണം മെഷീനറിക്ക്, മെഷീനറി പ്ലാന്റ്, മെഷീനറി ഇതേപോലെയുള്ള അസറ്റ്സിനൊക്കെ റെഗുലർ റിപ്പയേഴ്സ് മെയിൻ്റനൻസ് വേണം. അപ്പോൾ റിപ്പയേഴ്സ് മെയിൻ്റനൻസ് ഉള്ള എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. നേരെ മറിച്ച് അതിന് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. Then next one, expenditure incurred in relation to a fixed asset is a capital expenditure. Expenditure incurred in relation to a fixed asset is a capital expenditure. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഫിക്സഡ് അസറ്റ്സ് വാങ്ങുമ്പോൾ നമുക്ക് അതിന്റെ ഫ്രൈറ്റ്, അതുപോലെ തന്നെ അതിന്റെ ഇൻസ്റ്റലേഷൻ ചാർജസ്, അതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് Second, expenditure incurred in relation to a fixed assets. For example, installation charges ഒക്കെ കൊടുക്കും നമ്മൾ. അതിന്റെ ഫ്രൈറ്റ് അസറ്റ് വാങ്ങുമ്പോൾ അതിന്റെ ഫ്രൈറ്റ്, അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ചാർജസ്, ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. Whereas expenditure incurred in relation to a current assets. Current asset means stock in trade. ഇപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ മേലെ അതിന് സൂക്ഷിക്കുന്നതിനും അതിനും വരുന്ന ചെലവ്, then ആ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. Then last one, expenditure for capital by issuing shares. ഇത് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻഡിച്ചർ, ഇറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. Then expenditure for raising loans or issuing debentures. ഇത് ലോൺ ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന ബ്രോക്കറേജ് കമ്മീഷൻ, ഇതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ ക്യാപിറ്റൽ ഇൻകർ ചെയ്യുമ്പം ഇഷ്യൂ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ, നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ അലൗഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. Then these are the rules for making distinction between capital expenditure and revenue expenditure. ഞാൻ പറഞ്ഞത് കൊണ്ട് ഇത് മാത്രം നല്ല, ഇതിൽ പറയാത്ത കാര്യങ്ങളുണ്ട്. ഇതൊരു ജനറൽ ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള ചില റൂൾസ്, ചില ജഡ്ജ്മെന്റ് ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫ്രെയിം ചെയ്ത റൂൾസ് ആണ്. Then next, capital loss and revenue losses. Then capital loss and revenue losses. Loss നമുക്കറിയാം, ക്യാപിറ്റൽ ലോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ബിസിനസ് ലോസിൽ നമ്മൾ ക്യാപിറ്റൽ ലോസ് ഉൾപ്പെടുത്തില്ല, അതിനെ മറിച്ച് റവന്യൂ ലോസ് നമ്മൾ ഉൾപ്പെടുത്തും. ഫോർ എക്സാമ്പിൾ, ക്യാപിറ്റൽ ലോസിന് എക്സാമ്പിൾ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ദെൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നതുകൂടി ടാക്സബിൾ ഇൻകം കാണുമ്പോൾ, ബിസിനസ് ഇൻകം കാണുമ്പോൾ ക്യാപിറ്റൽ ലോസ് നമ്മൾ എടുക്കില്ല, അത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലാണ് എടുക്കുന്നത്. ദെൻ റവന്യൂ ലോസ് ആണെങ്കിൽ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ട്, ഇത് ബാഡ് ഡെറ്റ്സ് ഇതേപോലെയുള്ള റവന്യൂ ലോസസ് ഒക്കെ ആണെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുക. ഐ മീൻസ് ടാക്സബിൾ പ്രോഫിറ്റ് കാണുമ്പോൾ അതിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ, ലോസ് ഓൺ സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഈസ് എ ക്യാപിറ്റൽ ലോസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് എ റവന്യൂ ലോസ്. അതായത് ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ക്യാപിറ്റൽ ലോസ് ആണ്. ആ ക്യാപിറ്റൽ ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കില്ല, പകരം നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡ് ഉണ്ട്, അവിടെയാണ് നമ്മൾ പരിഗണിക്കുക. ദെൻ ലോസ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് എ റവന്യൂ ലോസ്. അത് നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടായാൽ അതൊരു റവന്യൂ ലോസ് ആണ്. നെക്സ്റ്റ്, ലോസ് ബൈ എംബിസൽമെന്റ് ബൈ ആൻ എംപ്ലോയി ഈസ് എ റവന്യൂ ലോസ്. അതായത് എംബിസൽ മീൻസ് മോഷണം, അതായത് ഒരു എംപ്ലോയി പണം അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസിഡന്റൽ ടു ബിസിനസ് ആണ്, അതുകൊണ്ട് തന്നെ അതൊരു റവന്യൂ ലോസ് ആണ്. Then next one, loss of money from an employee entrusted with cash. For example, ഒരു ക്ലർക്ക് അയാൾ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നു, ക്യാഷ്യർ ആണ്, അയാൾക്ക് ക്യാഷിന്റെ ചാർജ് അയാൾക്കാണ്, അയാൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന വഴിക്ക് പണം അയാളുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെടുന്നു, ഇത് റവന്യൂ ലോസ് ആണ്. Then loss due to theft by an employee is a revenue loss. അതായത് ബിസിനസ് അവേഴ്സിലോ അല്ലെങ്കിൽ ബിസിനസ് അവേഴ്സ് അല്ലാത്ത സമയത്തോ ഏതെങ്കിലും ഒരു എംപ്ലോയി ബിസിനസ്സിൽ നിന്ന് മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ റവന്യൂ ലോസ് ആയിട്ടാണ് കണക്കാക്കുക. These are some rules for making distinction between capital loss and revenue loss. Thank you.